നമസ്കാരം. പലപ്പോഴും ഈ മൂക്കുരുവായിട്ട് വരുന്ന രോഗികളുടെ അടുത്തും അതുപോലെ താരൻ, സെബോറിക് ഡെർമറ്റൈറ്റിസ് ഇതൊക്കെ വരുന്ന രോഗികളുടെ അടുത്ത് നമ്മൾ പറയാറുണ്ട് ഈ ഷുഗറും അതുപോലെ തന്നെ അരിയാഹാരങ്ങളും കുറച്ചാൽ മാത്രമാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുക എന്നുള്ളത്. അപ്പോൾ രോഗികൾ നമ്മുടെ അടുത്ത് ചോദിക്കും, ഡോക്ടറെ ഈ പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ശർക്കര ഉപയോഗിക്കാവോ, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഉപയോഗിക്കാവോ? ശരിക്കും ഇത് മൂന്നും, അതായത് ഈ ഫ്രൂട്ട്സ് ആണെങ്കിലും പഞ്ചസാരയാണെങ്കിലും ശർക്കരയാണെങ്കിലും ഒക്കെ മധുരമാണെങ്കിലും ഇത് മൂന്നും മൂന്ന് തരത്തിലുള്ള മധുരമാണ്. ഇത് മൂന്നും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റും ഡിഫറെൻ്റ് ആണ്. അപ്പൊ ഇതെന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് ഏതൊക്കെ കഴിക്കണം, എത്രമാത്രം കഴിക്കാം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാകും. നമുക്ക് ഓരോന്നും പരിശോധിക്കാം. മധുരം പ്രധാനമായിട്ടും മൂന്ന് തരത്തിലാണ്. ഒന്ന് ഗ്ലൂക്കോസ്, രണ്ടാമത് ഫ്രക്ടോസ്, മൂന്നാമത് സൂക്രോസ്. ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഒരു ഇമ്മീഡിയറ്റ് സോഴ്സ് ഓഫ് എനർജിയാണ്. അതിന്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് 100 ആണ്. ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ബ്ലഡിലുള്ള ഷുഗറിന്റെ ലെവലിൽ എത്രമാത്രം വ്യതിയാനം വരുത്തുന്നു എന്നുള്ളതിന്റെ തോതളക്കുന്ന ഒരു സ്കെയിലാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ്. ഗ്ലൂക്കോസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു 100 ആണ്. 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 100 ഗ്രാം ഷുഗർ കഴിച്ചു കഴിഞ്ഞാൽ 100, അതായത് പൂർണ്ണമായിട്ടും അത് ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്ത് ബ്ലഡിന്റെ ഗ്ലൂക്കോസ് ലെവൽ കൂട്ടും. ഇങ്ങനെ ബ്ലഡിന്റെ ഗ്ലൂക്കോസ് ലെവൽ അല്ലെങ്കിൽ ബ്ലഡിന്റെ ഷുഗർ ലെവൽ കൂട്ടുമ്പോൾ എന്ന് സംഭവിക്കണേ, ഇത് കുറയ്ക്കാൻ വേണ്ടി ഇൻസുലിൻ ശരീരം സെക്രീറ്റ് ചെയ്യും. ഒപ്പം തന്നെ ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ കൂടി ട്രിഗർ ആവും. ഇത് രണ്ടും കൂടിയിട്ട് നമ്മുടെ ആൻഡ്രോജിക് ഹോർമോണിനെ ട്രിഗർ ചെയ്യും. ആൻഡ്രോജിക് ഹോർമോൺ ടെസ്റ്റോസ്റ്ററോൺ മുതലായിട്ടുള്ള ഇത് ഈ സെബം പ്രൊഡക്ഷന് കാരണമായി തീരും. സെബേഷ്യസ് ഗ്രന്ഥികളിൽ നിന്നുള്ള സെബം പ്രൊഡക്ഷന് കാരണമായി തീരും. അപ്പൊ ഗ്ലൂക്കോസ്, അതായത് ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടും തോറും നമ്മുടെ സെബം പ്രൊഡക്ഷൻ കൂടുതലായിട്ട് വരും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫ്രക്ടോസ്. ഫ്രക്ടോസിന്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് 25-നും 30-നും ഇടയ്ക്കാണ്. നമുക്ക് ഗ്ലൂക്കോസിന്റെ 4-1 ഗ്ലൈസീമിക് ഇൻഡെക്സ് ഫ്രക്ടോസിനുള്ളൂ. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രക്ടോസും മധുരം തന്നെയാണ്. കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതൽ ടേസ്റ്റിലും മധുരം കൂടുതലുള്ള ഫ്രക്ടോസുമാണ്. പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രക്ടോസ് ഡയറക്റ്റ് ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യില്ല. ഇത് നേരെ ലിവറിൽ ചെന്ന് ലിവറാണ് ഇതിനെ പ്രോസസ്സ് ചെയ്യുന്നത്. ഇത് ലിവർ പ്രോസസ്സ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇത് ഫാറ്റി ആസിഡും ട്രൈഗ്ലിസറിഡും ആക്കി മാറ്റും. അതുകൊണ്ട് തന്നെ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ ലെവലിൽ, ബ്ലഡിന്റെ ഷുഗറിന്റെ ലെവലിനെ ഇത് കൂട്ടില്ല. മൂന്നാമത് സൂക്രോസ്. സൂക്രോസ് എന്ന് പറയുന്നത് ശരിക്കും ഈ ഫ്രക്ടോസിന്റെയും ഗ്ലൂക്കോസിന്റെയും കോമ്പിനേഷനാണ്. ഇനി നമുക്ക് ഓരോ ആഹാരങ്ങളും പരിശോധിക്കാം. ഒന്നാമത് പഞ്ചസാര. പഞ്ചസാര എന്ന് പറയുന്നത് പ്രധാനമായും സൂക്രോസ് തന്നെയാണ്. അതായത് ഫ്രക്ടോസും അതുപോലെ തന്നെ ഗ്ലൂക്കോസും കമ്പൈൻ ചെയ്യും. ഇതിന്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഏകദേശം 65-70 ഇടയ്ക്കാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ബ്ലഡിൽ ഷുഗറിന്റെ സ്പൈക്ക് ഉണ്ടാവും, ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യും. ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി തന്നെ അത് സെബത്തിന്റെ പ്രൊഡക്ഷനെ ട്രിഗർ ചെയ്യും. ഇനി പഞ്ചസാരയ്ക്ക് പകരം നമ്മൾ ശർക്കര ആക്കിയാൽ എന്താണ് സംഭവിക്കുന്നത്? ശർക്കരയുടെ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഷുഗറിനേക്കാളും കൂടുതലാണ്. ഏകദേശം 70-ന് മുകളിലാണ് ശർക്കരയുടെ ഗ്ലൈസിമിക് ഇൻഡെക്സ്. ബേസിക്കലി ഇത് രണ്ടും കരിമ്പിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ബേസിക്കലി ഇത് സൂക്രോസുമാണ്. പക്ഷേ ശർക്കരയിൽ സൂക്രോസിന്റെ ഒപ്പം തന്നെ കുറച്ച് ഫ്രീ ആയിട്ടുള്ള ഗ്ലൂക്കോസും അടങ്ങിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കുറച്ച് അയണും കാൽഷ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ടെന്നാൽ പോലും ഈ ഗ്ലൂക്കോസ് ഫ്രീ ആയിട്ട് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇതിന്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടാൽ കിട്ടുന്ന മധുരം ഒരു സ്പൂൺ ശർക്കര ഇട്ടാൽ കിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചുകൂടി കൂടുതൽ ശർക്കര ചേർക്കും. അതും ഇതൊരു പ്രശ്നമായിട്ട് തീരും. അപ്പൊ ബേസിക്കലി നമ്മൾ ഈ ഷുഗറിന് പകരം ഈ ശർക്കര ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രയോജനമൊന്നുമില്ല എന്നുള്ളത് മാത്രമല്ല, ചിലപ്പോൾ അത് ദോഷകരമായിട്ട് ബാധിക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഫ്രൂട്ട്സിന്റെ കാര്യം പരിശോധിക്കാം. ഫ്രൂട്ട്സിന് മധുരം നൽകുന്നത് പ്രധാനമായിട്ടും ഫ്രക്ടോസ് ആണ്. പക്ഷെ ഫ്രൂട്ടിൽ ഫ്രക്ടോസ് മാത്രമല്ല, കുറച്ച് ഗ്ലൂക്കോസും സൂക്രോസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സിന്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷേ ചില ഫ്രൂട്ട്സിന്, ഉദാഹരണം മാമ്പഴം, അതുപോലെ തന്നെ ചക്കപ്പഴം, ഇതിന്റെ ഒരു ഗ്ലൈസീമിക് ഇൻഡെക്സ് കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതലാണ്. കാരണം ഇതിന്റെ അകത്ത് ഫ്രക്ടോസിനോടൊപ്പം തന്നെ ഏകദേശം സമാനമായിട്ട് ഗ്ലൂക്കോസ് ഉണ്ട്. എന്നാൽ ആപ്പിള്, അതുപോലെ തന്നെ നമ്മുടെ പേരയ്ക്ക, ബെറീസ്, അത് അവക്കോട, ഇതിൻ്റെയൊക്കെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ നമ്മുടെ ബ്ലഡിൽ ഒരിക്കലും ഒരു ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഷുഗറിന്റെ ഒരു സ്പൈക്ക് ഉണ്ടാകുന്നില്ല. അത് മാത്രമല്ല, ഈ ഫ്രൂട്ട്സിൽ ധാരാളം മൈക്രോ ന്യൂട്രിയൻസ്, മിനറൽസ്, അതുപോലെ തന്നെ ധാരാളം ആന്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട്. ഇത് എപ്പോഴും നമ്മുടെ സ്കിന്നിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതുമാണ്. അത് മാത്രമല്ല, ഈ ഫ്രൂട്ട്സിൽ ധാരാളം ഫൈബേഴ്സും അടങ്ങിയിട്ടുണ്ട്. ഫൈബേഴ്സ് രണ്ട് തരത്തിലാണ്. ഒന്ന് ഇൻസോല്യൂബിൾ ഫൈബേഴ്സും സോല്യൂബിൾ ഫൈബേഴ്സും. പക്ഷെ പൊതുവെ ഈ ഫൈബേഴ്സ് നമ്മുടെ ആമാശയത്തിലും അതുപോലെ തന്നെ കുടലിലും ഒക്കെ ഒരു ജെൽ ലൈക്ക് ഫോമിൽ, ഒരു മെഷ് ലൈക്ക് ഫോമിൽ നിൽക്കുന്നതുകൊണ്ട് ഈ ഷുഗറിന്റെ അബ്സോർഷനെ കുറയ്ക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഫ്രൂട്ട് കഴിക്കുമ്പോൾ ഒരിക്കലും ബ്ലഡിൽ ഒരു ഒരു ഗ്ലൂക്കോസ് സ്പൈക്ക് അല്ലെങ്കിൽ ഒരു ഷുഗർ സ്പൈക്ക് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സിന് സെബം പ്രൊഡക്ഷനെ കാര്യമായിട്ട് സ്വാധീനിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഒരു മുഖക്കുരുള്ളവരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു സെബോറിക് ഡെർമറ്റൈറ്റിസ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം, താരനുള്ളവരെ സംബന്ധിച്ചിടത്തോളം സെബത്തിന്റെ പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ ഒരു ഓയിലി സ്കിന്നാണ് അവർക്ക് പ്രധാനമായിട്ടും വില്ലനായിട്ട് വരുന്നത്. ഈ ഓയിലി സ്കിന്നിനെ കൺട്രോൾ ചെയ്യാനായിട്ട് എപ്പോഴും മധുരം, പ്രത്യേകിച്ച് ഷുഗർ, ശർക്കര, അതുപോലെ തന്നെ അരി ആഹാരങ്ങൾ, ഇത് കുറയ്ക്കുന്നത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യം.
അതേസമയം ഫ്രൂട്ട്സ് ഇതിൻ്റെ അകത്ത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല. പക്ഷെ ഫ്രൂട്ട് ജ്യൂസ് അത്ര നല്ലതല്ല, അത് നമ്മൾ അഡ്വൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഹോളായിട്ട് ഫ്രൂട്ട് കഴിക്കുന്നത് എപ്പോഴും ത്വക്കിനെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്.